കള്ളിയത്ത് നിങ്ങളെ ഇരു കൈയും നീട്ടി സ്വീകരിക്കുന്നു. കള്ളിയത്ത് ഹോസ്പിറ്റൽ, തിരൂർ. നവീകരണ പ്രവൃത്തിയുടെ ഭാഗമായി ആഴ്ചകൾക്ക് മുമ്പ് റോഡ് കുത്തിപ്പൊളിച്ചതോടെ കാൽനടപ്പോലും പ്രയാസത്തിലായി. ഓവുപാലം നിർമ്മാണത്തിന്റെ ആരംഭത്തിൽ തന്നെ റോഡ് കുത്തിപ്പൊളിച്ചെങ്കിലും ആഴ്ചകൾ പിന്നിട്ടിട്ടും റോഡ് പ്രവൃത്തി ആരംഭിച്ചില്ല. തിരൂർ പൂക്കയിൽ പൊറു റോഡിന്റെ അവസ്ഥ പ്രദേശവാസികളെ വലിയ പ്രയാസത്തിലാക്കിയിരിക്കുന്നു. ₹1,50,000 ചെലവഴിച്ചാണ് തിരൂർ പൂക്കയിൽ പൊറു റോഡ് നവീകരിക്കുന്നത്. കുണ്ടും കുഴിയും നിറഞ്ഞ് തകർന്ന റോഡിന് മന്ത്രി വി അബ്ദുറഹ്മാന്റെ ശ്രമഫലമായാണ് തുക അനുവദിച്ചത്. ഡ്രൈനേജും ഓവുപാലം ഉൾപ്പെടെ നവീകരിക്കുന്നതിനാണ് ₹1 കോടി അനുവദിച്ചത്. എന്നാൽ ഓവുപാലത്തിന്റെ പ്രവൃത്തി ആരംഭിക്കുന്ന ഘട്ടത്തിൽ തന്നെ നിലവിലെ റോഡ് എല്ലാ ഭാഗവും കുത്തിപ്പൊളിച്ചു. പ്രവൃത്തി വേഗത്തിൽ ആരംഭിക്കുമെന്ന പ്രതീക്ഷയിലായിരുന്നു നാട്ടുകാർ. എന്നാൽ ആഴ്ചകൾ പിന്നിട്ടിട്ടും റോഡിന്റെ പ്രവൃത്തി ആരംഭിക്കാത്തതാണ് നാട്ടുകാരെയും പ്രയാസപ്പെടുത്തിയിരിക്കുന്നത്. റോഡിന്റെ മധ്യത്തിലായാണ് ഓവുപാലമുള്ളത്. റോഡ് മൊത്തം പൊളിച്ചതോടെ ഒരു ഭാഗത്തേക്കും പോകാൻ കഴിയാത്ത സാഹചര്യമാണ് ഇപ്പോഴുള്ളത്. 10-25 ദിവസമായി ഇപ്പോൾ ഈ പണി ഇതാക്കിയിട്ട് പാലം ഈ കോൺക്രീറ്റ് ചെയ്തിട്ട് ഇപ്പോഴും ഒരു ആഴ്ചയിൽ കവിട്ടാണ് കോൺക്രീറ്റ് ചെയ്ത്. ഞങ്ങൾ പറഞ്ഞു കോൺക്രീറ്റ് ചെയ്തതിൻ്റെ ദിവസം ഇത് മാന്ദ്യം മതിയെന്ന്. റോഡ് മാന്ദ്യം മതി. അത് പാലം ഏതായാലും 10-25 ദിവസം പിടിക്കും. ഇത് പിടിക്കും. അത് കഴിഞ്ഞതിൻ്റെ ദിവസം ഇത് മാന്ദ്യം മതി. അവിടെ പെട്ടെന്ന് ഇതാക്കും, അങ്ങോട്ടാക്കും എന്ന് പറഞ്ഞിട്ട് ആ ഇടലിട്ടതാണ്. റോഡൊന്നും ചെയ്തില്ല. ഇപ്പോൾ ജനങ്ങൾക്ക് നടക്കാൻ തന്നെ വയ്യ. കാരണം കല്ലുമ്മ കൂടി കയറിയിട്ടാണ് നടക്കുക. പ്രായമുള്ള ആൾക്കാർക്ക് തീരെ പറ്റൂല. ചെറിയ കുട്ടികൾ സ്കൂളിലേക്കൊക്കെ പോകണം, മദ്രസക്കൊക്കെ പോകണം. നമ്മൾ എന്നിട്ട് കുട്ടികളെ എടുത്തിട്ട് വരില്ല. ആകെ നടക്കാനുള്ള ചെറിയൊരു വഴി മാത്രമേ ഉള്ളൂ. ഇവിടെ നിന്ന് അങ്ങോട്ട് വിട്ടാൽ കരാറുകളോട് ഞങ്ങൾ പറഞ്ഞു ആ മണ്ണ് ഇപ്പോൾ തന്നെ ഞങ്ങൾ മാന്തി കൊണ്ടുപോയില്ലേ. ലാസ്റ്റ് മൂവ്മെൻറ്റ് മാന്തിയാൽ മതി. അത് ഇപ്പം തന്നെ കൊടുന്നിടുന്ന് പറഞ്ഞിട്ട് അന്ന് മാന്തി കൊണ്ടതാണ്. അവിടെ മൊത്തം കുയ്യാക്കി. ഇവിടെ പിന്നെയും കുഴപ്പമില്ല. അവിടെ മൊത്തം കുയ്യാക്കിയിരിക്കും. നമ്മളൊക്കെ ഇവിടുന്ന് വണ്ടി പിടിച്ച് തന്നെ അങ്ങനെ കറങ്ങി വരണം. കറങ്ങി വരും. അവിടെയും കീറിയിരിക്കണം അവർ. ഫാത്തിമാത്തൻ്റെ ആ ജംഗ്ഷനിലും കീറി വെച്ചിരിക്കുന്നവർ. ഇപ്പോൾ സുഖമില്ലാത്ത ആൾക്കാരെ കൊണ്ടുവന്ന് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ആളുകൾ തിങ്ങിപ്പാർക്കുന്ന പ്രദേശമാണിത്. മാത്രമല്ല വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്ക് വിദ്യാർത്ഥികളടക്കം പോകുന്ന വഴി കൂടിയാണ്. ബന്ധപ്പെട്ട അധികാരികളെ സമീപിക്കുമ്പോൾ എത്രയും വേഗം പ്രവൃത്തി ആരംഭിക്കുമെന്ന മറുപടി മാത്രമാണ് ലഭിക്കുന്നത്. പ്രവൃത്തി വൈകുന്നത് നാട്ടുകാരിൽ വലിയ പ്രതിഷേധത്തിനാണ് ഇടയാക്കിയിരിക്കുന്നത്. ഇപ്പം നമ്മൾ തന്നെ സുഖമില്ലായിട്ട് ഒരു സ്ത്രീനെ എടുത്തുകൊണ്ടായത് തന്നെ ഓട്ടോറിക്ഷ വിളിച്ചിട്ട് അയക്കൂല. ഓട്ടോറിക്ഷക്കാർ ഇവിടെ കുറന്ന് ഇറക്കി വിട്ട് കൊടുത്ത് അങ്ങോട്ട് പോയില്ല. പ്രായമുള്ള ആൾക്കാർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. പൊളിച്ചാണ് ബുദ്ധിമുട്ടായത്. പൊളിച്ചില്ല അവിടെയെങ്കിലും വരെ പോയിന്ന്. പിന്നെ അവിടെ നിന്ന് എങ്ങനെയെങ്കിലും കടന്നു പോയായിരുന്നു. ഇവിടെയും പൊളിച്ച് അവിടെയും പൊളിച്ച് അപ്പം തന്നെ ശരിയാക്കുന്ന പറഞ്ഞ് പോകാതാണ് അവർ. ആ മണ്ണെടുത്തുകൊണ്ടുപോകാൻ പറഞ്ഞില്ല. അവർ 2 ദിവസം കഴിഞ്ഞ് ഞങ്ങൾ മണ്ണെടുത്തെന്ന് പറഞ്ഞു. ഇപ്പോൾ 10-21 ദിവസമായി. 11-ാം തീയതി കോൺക്രീറ്റ് ചെയ്താണ്. അതൊക്കെ കോൺക്രീറ്റ് ചെയ്ത് 10-21 ദിവസം പിടിക്കും. അന്ന് മാന്ദ്യം മതിയായിരുന്നു ഇവരെ എളുപ്പപ്പണി നോക്കിയതായി. എളുപ്പത്തിന് പണി. ഇപ്പോൾ ജനങ്ങൾക്കൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്.